അപ്പോൾ 2024 വിവിധ എൻട്രൻസ് എക്സാമുകളുടെയൊക്കെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ചരിത്ര നേട്ടമാണ് നേടാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം ഇപ്പോൾ ഐസർ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഓൾ ഇന്ത്യ റാങ്ക് 6 കരസ്ഥമാക്കി ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനും കേരളത്തിനും ഏറ്റവും അഭിമാനമായി തീർന്ന ഒരു വിദ്യാർത്ഥിക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. അലൻ ജോണി അനിൽ, എല്ലാവിധ ആശംസകളും മോനെ. വലിയൊരു തയ്യാറെടുപ്പുണ്ട് ഇതിൻ്റെ പിന്നിലെന്ന് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ ആദ്യമേ തന്നെ പേരൻസിനൊക്കെ ഇതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ബ്രില്യൻ ഫാമിലിയും ഒരുപാട് മോനോട് കടപ്പെട്ടിരിക്കുന്നത്. കാരണം നിങ്ങളെപ്പോലുള്ള പ്രഗത്ഭരായ വിദ്യാർത്ഥികളാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നമ്പർ 1 എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റി തീർക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ മോൻ്റെ ഒരു പ്രിപ്പറേഷൻ ആൻഡ് ഈ ഒരു റിസർച്ച് മേഖലയോടുള്ള താല്പര്യമൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യം തുടങ്ങാം. എന്ന് മുതലാണ്, ഏതൊരു പ്രായം മുതലാണ് മോദിനെ ഇതിനോടൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുന്നത്? ഞാനാണെങ്കിൽ ഒറിജിനലി ഗൾഫിലായിരുന്നു, യു എയിലായിരുന്നു 9th ഗ്രേഡ് വരെ പഠിച്ചത്. അപ്പം 6th ഗ്രേഡിൽ ഞാനൊരു എക്സാം എഴുതി, ശാസ്ത്ര പ്രതിഭ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ടോപ്പ് റാങ്ക് നേടാൻ പറ്റി. അതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ട്രിവാൻഡ്രം വരെ ആണെങ്കിൽ വരാൻ സാധിച്ചു. VSSC സയൻറ്റിഫിക് ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ സന്ദർശിക്കാൻ. അപ്പോൾ അന്നേരം തുടങ്ങിയതാ മീനിങ് റിസർച്ചിനോടുള്ള താല്പര്യം. ഇപ്പം നമുക്ക് JEE എക്സാം കഴിഞ്ഞു, അഡ്വാൻസ്ഡ് കഴിഞ്ഞു, അതിലൊക്കെ നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ വിദ്യാർത്ഥിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്കോറുകളൊക്കെ ഒന്ന് പറയാം. JEE മെയിൻസിൽ 99.60% ഉണ്ടായിരുന്നു. JEE അഡ്വാൻസ്ഡിൽ റാങ്ക് 1706 ജനറൽ കാറ്റഗറിയിൽ. ഓക്കെ, നല്ലൊരു സ്കോറാണ്. അപ്പോൾ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റാങ്ക് 6 കരസ്ഥമാക്കിയിരിക്കുകയാണ് ഐസർ എക്സാമിൽ. ഇനി ഞാൻ ചോദിക്കുന്നത്, സ്വാഭാവികമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരെപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒരു പഠന രീതി, അലൻ്റെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു? അലൻ എത്ര നേരം വരെ ഒരു ദിവസം പഠിക്കും? എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിനെയും ക്രമീകരിച്ചുകൊണ്ടിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്? ആൻഡ് ഈ ഒരു ഐസറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മോൻ്റെതായ ഒരു റിസർച്ച് ഉണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ, അല്ലേ? ഈ ഒരു മേഖലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു സെൽഫ് റിസർച്ച് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാമോ? സ്റ്റഡീസ് പറയുമ്പോൾ അന്നെന്നുള്ളത് അന്നൊന്ന് പഠിക്കണം. ക്ലാസ്സിലാണെങ്കിൽ പഠിപ്പിക്കുന്ന അത് വന്ന് റിവൈസ് ചെയ്യണം, തരുന്ന ഹോംവർക്കായിട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം. പിന്നെ ഞാൻ സ്റ്റഡി അവേഴ്സ് ആണെങ്കിൽ ഇച്ചിരി ഫ്ലെക്സിബിൾ ആയിരുന്നു, മീനിങ് അന്നത്തെ ആവശ്യം പോലെ ആയിരുന്നു. പക്ഷേ ഒരു ആവറേജ് ഒരു ക്ലാസ് ഉള്ള ദിവസം ലൈക്ക് 6 o'clock ഈ വീട്ടിലെത്തിയ 7 to 9, പിന്നെ ഒരു 10 o'clock to 12 o'clock ഒക്കെ പഠിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റഡി ബ്രേക്ക് കിട്ടിയപ്പോൾ എല്ലാ കോഴ്സെല്ലാം കഴിഞ്ഞ് JEE മെയിൻസിനൊക്കെ പഠിക്കാൻ സമയം കിട്ടിയപ്പോൾ ഒരു 10 hours, 8 to 10 hours ആണെങ്കിൽ ഡെയിലി പുട്ട് ഇൻ ചെയ്യുമായിരുന്നു. മീനിങ് ഫ്രീ ആയിട്ടാണ് തോന്നിയത്. മീനിങ് ബ്രില്യൻ്റ് അത്രയും നല്ലതായിട്ട് പഠിപ്പിച്ചു. അപ്പോൾ റിവിഷനൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. പിന്നെ ഒരു ചെറിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ബ്രഷപ്പ് ചെയ്താൽ മതിയായിരുന്നു. ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പഠിച്ചു. ആദ്യം പഠിച്ചത്, പക്ഷേ ആദ്യം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തിയറി ആയിരുന്നു ഫോക്കസ് ചെയ്ത്. എസ്പെഷ്യലി കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ തിയറി നല്ലതായിട്ടുള്ളതുകൊണ്ട് അതൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രേക്കൊക്കെ, മീനിങ് ആദ്യത്തെ പഠിത്തം എപ്പോഴും തിയറി ആയിരുന്നു. എൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് പെട്ടെന്ന് ചാടത്തില്ലായിരുന്നു. ഏറ്റവും ഹാർഡായിട്ട് തോന്നിയിരുന്ന സബ്ജക്റ്റ് ഏതായിരുന്നു പഠിച്ചോണ്ട്? മാത്സ് ആയിരുന്നു. അതിനെങ്ങനെ നമ്മൾ സിമ്പിളാക്കി എടുക്കണം എന്നൊക്കെയുള്ളൊരു മോൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നല്ലോ. അതിൽ ലൈക്ക് ഞാൻ ഓൾമോസ്റ്റ് ക്ലൂലെസ് ആയിരുന്നു 11th ഗ്രേഡിൽ. പക്ഷെ 12th ഗ്രേഡിൽ എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടി നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ. ബിനിൽ സാർ ആകട്ടെ, ബിനിൽ സാർ, പിന്നെ റാവു സാർ, M റാവു എന്ന് പറയുന്ന സാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഏത് ഡൗട്ടാണേലും, ഏത് ചെറിയ ഡൗട്ടാണേലും, ഏത് കോൺസെപ്റ്റ് ആണേലും അത് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് തരുമായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ ബ്രില്യനിലെ കോർഡിനേറ്ററായ ബിനിൽ സാറിനെ കുറിച്ചും പ്രൊഫസർ റാവു സാറിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഒരു വലിയ വിജയത്തിന് പിന്നിൽ ബ്രില്യൻ ടീമിൻ്റെ ഒരു വലിയ പ്രാധാന്യമുണ്ട്, അല്ലേ? അത് റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. എത്ര ക്ലാസ് മുതലാണ് ബ്രില്യൻ്റെ ഭാഗമാകുന്നത്? ബ്രില്യൻറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ലൈക്ക് ഫൗണ്ടേഷൻ ജോയിൻ ചെയ്തത് 9th 9, 10 ചെയ്തു. പിന്നെ ആണെങ്കിൽ 11th 12 ആണെങ്കിൽ. ഓക്കെ, അതായത് 9th ഈ ഒരു 12th വരെ ബ്രില്യൻറ്റിൻ്റെ ഒരു ഭാഗമായി. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ബ്രില്യൻ്റ് ആണ് മുൻപിൽ എത്തിയിരുന്നത്, അല്ല? ബ്രില്യൻറ്റിനെ കുറിച്ചൊക്കെ എങ്ങനെയായിരുന്നു അറിയുന്നത്? ലൈക്ക് ചില എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ ആണെങ്കിൽ പഠിച്ച അനുഭവം ഒക്കെ ഉണ്ട്. അപ്പോൾ
അങ്ങനെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ പറയും ഭയങ്കര പേരിയായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന്, റിസൾട്ട് ഓറിയന്റഡ്. അപ്പോൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന്, അതും കൊണ്ടാണ്. ഇപ്പോൾ അലൻ പറയുകയുണ്ടായി ഫാദറാണ് സജസ്റ്റ് ചെയ്യുന്നത് ബ്രില്യൻ സ്റ്റഡി സെന്ററിനെ കുറിച്ചൊക്കെ. കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണ്. ആൻഡ് അലൻ പറഞ്ഞു ഫാദറിന്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ മക്കൾക്ക് നല്ല നല്ല സ്കോർ കരസ്ഥമാക്കാനും നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പ്രവേശനമൊക്കെ ലഭിക്കുകയും ചെയ്തു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എൻ്റെ ഫ്രണ്ട്സ് അവിടെ കലീഗ്സ് അവിടെ ജോലി ചെയ്യുന്നവർ അവരുടെ മക്കൾ ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ട് ബ്രില്യൻറ്റിൻ്റെ അതാ ചെയ്ത്. അപ്പം നമ്മളും റിസർച്ച് ചെയ്തു. അപ്പം കേരളത്തിൽ തന്നെ ഫുൾ നോക്കുമ്പോഴും ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയത് ബ്രില്യൻറ്റ് തന്നെയായിരുന്നു. അത് അതുകൊണ്ട് വേറെ ഒരു ഓപ്ഷൻ ഞങ്ങൾക്ക് നോക്കേണ്ടി വന്നില്ല ആക്ച്വലി. അത് അപ്പോൾ ആ നമ്പർ 1 ആ ടാഗ് എവറി വൺ വാസ് സാറ്റിസ്ഫൈഡ് ആക്ച്വലി വിത്ത് ബ്രില്യൻറ്റ്. ഹൂവർ ഗേവ് മീ സജഷൻസ് ദേ വർ ഓൾ സാറ്റിസ്ഫൈഡ് വിത്ത് ബ്രില്യൻറ്റ്. സോ അങ്ങനെ ആയപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ലായിരുന്നു. ബ്രില്യൻറ്റ് ഈസ് ദ ബെസ്റ്റ്, സോ വി ജസ്റ്റ് കെയിം ഹിയർ. ആൻഡ് ഫൈനലി ഏറ്റവും നല്ലൊരു റിസൾട്ട് ഉണ്ടായിക്കൊണ്ട് മോൻ നമുക്കൊരു അഭിമാനമായിരിക്കും. തീർച്ചയായിട്ടും നിമിഷം ഒരു പേരന്റിന്റെ ഒരു സന്തോഷം ഉണ്ട്, അത് ബിയോണ്ട് ദി വേർഡ്സ് ആണ്. തീർച്ചയായിട്ടും അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയുക? തീർച്ചയായിട്ടും അത് അലൻ്റെ ഒരു സിൻസിയർ ഹാർഡ് വർക്ക് പറയാം. അത് ഉണ്ടായിരുന്നു. അത് പിന്നെ ബ്രില്യൻറ്റ് സാർമാരുടെ റിയലി ഞങ്ങൾക്ക് ഭയങ്കര താങ്ക്സ് പറയാനുണ്ട്. ബ്രില്യൻറ്റ് എല്ലാ സാർമാരും, ഒരു ചിഞ്ചു മാം ആണെങ്കിലും ശ്രീനാഥ് സാർ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ്. അവർക്ക് ക്ലാസ് വൈസ് അവരുടെ ബാച്ച് വൈസ് ഫുൾ അവർ നോക്കുന്നുണ്ടായിരുന്നു. ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് അവർ നോക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മാർക്ക് ഒന്ന് കുറഞ്ഞാൽ സാർമാർ വിളിക്കും, എല്ലാം അത് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ ഫോളോ അപ്പ് അതെ. പിന്നെ ലൈറ്റ് ബാച്ചിൽ വന്നോടെ ബിനിൽ സാറിൻ്റെ കോണ്ടാക്ട് വന്നു. അതെ. അപ്പം മാത്സ് ചെറിയ അത് പ്രശ്നം ഉണ്ടായിരുന്നു അലന്. അപ്പം ബിനിൽ സാർ സജസ്റ്റ് ചെയ്തു, MP റാവു സർ ഒരു അത് ചെയ്തു, അതിൻ്റെ സപ്പോർട്ട് തന്നു. അത് അലന് ഒരു ഭയങ്കര മാറ്റമായിരുന്നു ആക്ച്വലി. ആ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ അത് വലിയൊരു ഇതായിരുന്നു. ഒരു മകൻ്റെ വിജയത്തിന് പിന്നിൽ ഇപ്പോൾ ഫാദർ പറഞ്ഞു ബ്രില്യൻറ്റ് വലിയൊരു പങ്കുണ്ട്. അപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിനേക്കാളും എല്ലാം ഏറ്റവും വലിയ പങ്കെന്ന് പറയുന്നത് പേരൻസിന് തന്നെയാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഇവരെ ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും അമ്മയ്ക്ക് അതിൽ വലിയ സ്ഥാനമുണ്ട്. ഞാൻ ആദ്യം അറിയാൻ ആഗ്രഹിക്കുന്നത് നാടൊക്കെ എവിടെയാണ്? നിങ്ങളൊക്കെ എല്ലാവരും എന്ത് ചെയ്യുന്നു? നമ്മളുടെ നാട് പത്തനംതിട്ടയാണ്. ഗൾഫിലായിരുന്നു ഒരു 20 years. ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഹസ്ബൻഡ് അനിൽ നല്ല ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു ഒരാൾ എന്നാലും മക്കളുടെ കൂടെ വീട്ടിലിരിക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയതുകൊണ്ട്, സിവിലാണ്, കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. അപ്പം ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. അതുകൊണ്ട് അമ്മയാണ് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കി. വൈഫ് MSc B.Ed കെമിസ്ട്രി. അതെ. പക്ഷേ ഇവിടെ ട്രിവാൻഡ്രം സർവോദയയിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ ഗൾഫിൽ വന്ന പിന്നെ മക്കളെ നോക്കാൻ വേണ്ടി തന്നെ പിന്നെ പോയില്ല, ജോബിന് പോയില്ല. യെസ്, ആ ഒരു ഇപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ പറയുണ്ടായി മക്കളെ നോക്കുക, ആ ഒരു എന്താ പറയുക, ഒരു വലിയ കർത്തവ്യം ഏറ്റെടുത്ത ഒരു അമ്മയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മകൻ്റെ ഒരു പഠന കാര്യങ്ങളെയൊക്കെ ഒരുപാട് നോക്കി കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. അതെ, അനിൽ പറഞ്ഞ അലൻ്റെ ഡാഡി പറഞ്ഞ പോലെ തന്നെ അലൻ ഭയങ്കര സിൻസിയറായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നമ്മൾക്ക് ഒരിക്കലും ഫോഴ്സ് ചെയ്യേണ്ടി വരത്തില്ല. അവൻ്റെ ഡ്യൂട്ടി അവനറിയാം, അവൻ ചെയ്തോളും. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടേ ആയിരുന്നില്ല. പഠിക്കണം എന്നുള്ള കാര്യം നമ്മൾ പറയണ്ട, എങ്ങനെ ചെയ്യണം എന്നും അറിയാം. അതെ, എന്ന് പറഞ്ഞ് ഫുൾ ടൈം ബുക്കിനകത്തിരിക്കില്ല. റിലാക്സേഷൻ ഉണ്ട്, TV കാണും, കോമഡി പ്രോഗ്രാംസ്, ബുക്ക് വായിക്കും, പേപ്പർ വായിക്കാതെ ഒരു ദിവസം പോലും ഇരിക്കില്ല. എല്ലാ ദിവസവും പേപ്പർ വായിക്കും. അങ്ങനത്തെ ക്വാളിറ്റീസ് ഉണ്ട്. പിന്നെ ബ്രില്യൻറ്റിൽ വന്നു കഴിഞ്ഞപ്പം പിന്നെ അവിടുത്തെ സപ്പോർട്ടും കൂടെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് അവന് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റി. മോളുടെ പേരെന്താ? ഇവ. ഇവിടെ നമ്മുടെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് വളരെ അഭിമാനത്തോടു കൂടി ഇവരുടെ ഇടയിൽ ഇടയ്ക്ക് നല്ല ചെറിയ ചിരിയോടുകൂടിയൊക്കെ ഇരുന്ന ഒരു മിടുക്കി കുട്ടിയാണ്. മോള് എന്ത് ചെയ്യുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുക? ഞാൻ 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ്സിലാണ്. ഓക്കെ. തീർച്ചയായിട്ടും ചേട്ടൻ്റെ ഈ ഒരു വലിയ നേട്ടമൊക്കെ കണ്ടില്ലേ? ഓൾ ഇന്ത്യ റാങ്ക് 6th കരസ്ഥമാക്കിയിരിക്കുകയാണ് ഐസർ എക്സാമിൽ. അഭിമാനമല്ലേ? മോൾക്ക് എന്താണ് ആഗ്രഹം ആവണത്? എനിക്ക് ഡോക്ടർ ആവണമെന്നാ ആഗ്രഹം. ഓക്കെ. ഇപ്പം
ബ്രില്യൻറ്റിൻ്റെ പ്രോഗ്രാമിൽ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലുണ്ടോ? ആ ഉണ്ട്. ഫൗണ്ടേഷൻ പ്രോഗ്രാമിലുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നാളുകളൊക്കെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഇതുപോലെയൊക്കെ തന്നെ അഭിമാനമായിട്ട് അല്ലേ മാറേണ്ട ഒരു വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ ചേട്ടൻ്റെ ഒരു വിജയത്തെ മോള് നോക്കി കണ്ടില്ലേ, ചേട്ടൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു ചേട്ടനെ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നത് സ്ട്രെസ് ഫ്രീ ആക്കുന്നത് മോളാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. അതൊക്കെ എങ്ങനെയാണ്? ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. പിന്നെ ചേട്ടനാണെങ്കിൽ നല്ലതായിട്ട് പഠിച്ചോളും. അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, നമ്മുടെ ഒരു ചെറിയ സപ്പോർട്ട് മാത്രം മതിയല്ലേ? ഓക്കെ ഫൈൻ. മോനെ പോലെ തന്നെ ഇതേ ഡ്രീമുമായിട്ട് ബ്രില്യൻറ്റിലേക്ക് വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അറിയാം, ഒരുപാട് കമ്പാരിസൺസ് ബ്രില്യൻറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഇനിയിപ്പോൾ ഈ വർഷം 2025 ഇതേ സ്വപ്നങ്ങളുമായിട്ട് വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരോട് എന്താണ് മോനെ പറയാനുള്ളത്? ഇത് എനിക്കറിയാം ഒരു വലിയ ബാറ്റിലാണെന്ന്, പക്ഷേ ഇതിനെ ചെറിയ ബാറ്റിൽസ് ആയിട്ട് നമുക്ക് ചുരുക്കാൻ പറ്റും. അന്നുള്ള ചെയ്തത് പോവാൻ ലൈക്ക് ഒരു എക്സാം ബേസ്, ലൈക്ക് നമ്മുടെ അടുത്ത എക്സാം ഇതാണ്, അതിൻ്റെ അടുത്ത എക്സാം ഇതാണ്, അതിന് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്താണെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ആ ഓരോ സിംഗിൾ എക്സാംസിനെ ചെറിയ ചെറിയ ബാറ്റിൽസ് ആയിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് വലിയ വിജയത്തിലോട്ട് പോകാൻ പറ്റും. അപ്പം നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. മാത്സ് വിടല്ല, മീനിങ് തുടക്കം തൊട്ട് മാത്സ് ആണെങ്കിൽ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അത് എനിക്ക് ഇച്ചിരി വന്ന ഫോൾട്ടാണ്. ആദ്യം ഞാനാണെങ്കിൽ അത്രയും ശ്രദ്ധിച്ചില്ല, പക്ഷേ പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആദ്യം തൊട്ടേ മാത്സ് നല്ലതായിട്ടാണെങ്കിൽ ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ കെമിസ്ട്രി ഓർഗാനിക് ഒക്കെ സ്റ്റാർട്ടിങ് തൊട്ടേ ആണെങ്കിൽ നല്ലതായിട്ട് പഠിച്ചു പോകണം. മീനിങ് നമ്മൾ വിചാരിക്കും കെമിസ്ട്രി ഭയങ്കര ഈസിയാണെന്ന്, പക്ഷേ നമ്മൾ ലാസ്റ്റിലോട്ട് വെച്ചാൽ അതൊരു ബിഗ് ബേർഡൻ ആവും. പിന്നെ നല്ലതായിട്ടാണെങ്കിൽ റിവൈസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അന്നേരം തന്നെ പഠിച്ചു പോകണം ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ. ഫിസിക്സ് പിന്നെ ഒരു കുഴപ്പമില്ല, നമുക്കാണെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. അതൊരു കോൺഫിഡൻസ് വേണം. അപ്പോൾ തീർച്ചയായിട്ടും അലൻ പറഞ്ഞത് കേട്ടു, പേരൻസ് പറഞ്ഞത് കേട്ടു. നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം റൈറ്റാണ്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ. അവിടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക, നിങ്ങളുടെ ഒരു എഫേർട്ടാണ് ഇനി ആവശ്യം. അപ്പോൾ അലന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ ബ്രില്യൻ ഫാമിലിയുടെ പേരിൽ നിന്ന് നേരുകയാണ് ഒരിക്കൽ കൂടി. ഇനിയും റിസർച്ച് മേഖലയിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഒരാളാവട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.